ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ റോസ്മേരിയും ഉലുവയും ചെറുപയർ മുളപ്പിച്ചതും കൂടി പേസ്റ്റാക്കി തേച്ചതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു 8 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. പ്രയാഗ്രാജിൽ പോവാണ്, കുംഭമേളയിൽ പങ്കെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോസ് ഇടാൻ പറ്റിയാൽ, അവിടുത്തെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, അപ്പോൾ ഇടാൻ പറ്റിയാൽ ഞാൻ ചെറിയ ചെറിയ ഷോർട്ടായിട്ടെങ്കിലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ തിരിച്ച് വന്നിട്ട് നമുക്ക് ഹെയർ കെയറിനെ കുറിച്ചിട്ട് ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയും ദിവസം ആരും ചെയ്യാതിരിക്കരുത്. ഹെയർ കെയർ ചെയ്തോളണം, പറഞ്ഞ പോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തോളണം കേട്ടോ. പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ മുടിക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം പറഞ്ഞ പോലെ ചെയ്തോളണം കേട്ടോ. കൂടുതൽ എണ്ണകളൊന്നും തലയിൽ എണ്ണ അധികം ഒന്നും തേക്കരുത് പുറത്തേക്ക് പോകുമ്പോൾ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ധാരാളം കുടിക്കണം. ഇപ്പോൾ ചൂട് കാലമാണ്. ചൂട് സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് ഈ ചൂട് സമയം. അതുപോലെ ധാരാളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒരുപാട് കഴിക്കുക, പ്രോട്ടീൻ കൂടിയ ആഹാരങ്ങളൊക്കെ കഴിക്കുക. വൈകുന്നേരങ്ങളിൽ മുടി വെടുത്ത ജെല്ലും എണ്ണയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പുറത്തേക്ക് പോകുമ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. പിന്നെ വീട് എറണാകുളത്താണ്, ക്ലിനിക്ക് കടവന്ത്രയിലായിരുന്നു. ഇപ്പോൾ അതവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം മരുന്നുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. 2 പേരുണ്ടായിരുന്നു. 2 പേർ സിദ്ധയാണ്. അപ്പോൾ സാധാരണ ഡോക്ടർമാരൊന്നും പറ്റില്ല അവിടെ. അപ്പോൾ അതുകൊണ്ടിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, കൺസൾട്ടിങ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, മുടിയെക്കുറിച്ചുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ വളരെ കെയർ ആയിട്ടിരിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ. ഈ ചൂട് സമയത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ചെമ്പരത്തിത്താളി നല്ലതാണ് കേട്ടോ. ചെമ്പരത്തിത്താളിയും അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ്, ഇതുകൊണ്ടുള്ള താളി ഏറ്റവും ഉത്തമമാണ് കേട്ടോ. അതിൻ്റെ കൂടെ അല്പം പിന്നെ ആമലപ്പൊടി കേട്ടോ, നെല്ലിക്കപ്പൊടി കൂടി അപ്ലൈ ചെയ്ത് ഇട്ടുള്ളൂ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നീലിഭൃങ്ങാതി എണ്ണയെക്കുറിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാനത് പറഞ്ഞുതരാം കേട്ടോ. തിരിച്ച് വന്നിട്ട് ഞാനത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നീലിഭൃങ്ങാതി എണ്ണ നല്ലതാണ് കേട്ടോ. അത് വെളിച്ചെണ്ണയുണ്ട്, എണ്ണയുണ്ട്, ഏതിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൻ്റെ പാകമൊക്കെ തെറ്റാതെ വേണം ചെയ്യാൻ. പശുമ്പാല്, എരുമപ്പാല് ഒക്കെ ഉണ്ട്, തേങ്ങാപ്പാലിലൊക്കെ കൂടി മിക്സ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് വീണ്ടും വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്ര പ്രശ്നം വരുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാകമൊക്കെ തെറ്റാണ്ട് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും മുടി കൊഴിച്ചിലുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എണ്ണകൾ മാറി മാറി തേക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആ എണ്ണ തേക്കുമ്പോൾ ആദ്യമായിട്ട് മാറി തേക്കുമ്പോൾ നെറുകെ തേക്കരുത്, പറഞ്ഞ വണ്ണം കേട്ടോ. പിന്നെ മുടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ബീറ്റ്റൂട്ട് എണ്ണയൊക്കെ ചെയ്യുക. ഏത് പ്രായക്കാർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. ഏത് പാക്കും ചെയ്യാം. 70-80 വയസ്സ് വരെ ഉള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാം, ആരോഗ്യം ഉണ്ടെങ്കിൽ കേട്ടോ. അവർക്ക് തലനീരിൻ്റെ പ്രശ്നമില്ലെങ്കിൽ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ ഒരു ഏജ് അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണ, ഏത് ഓയിലും അതുപോലെ ഏത് ജെല്ലും ഏത് പാക്കും ഒക്കെ നിങ്ങൾക്ക് മാറ്റി തേക്കാവുന്നതാണ്. പക്ഷേ തേക്കുമ്പോൾ ഈ എണ്ണ ഓയിൽ അല്ലേ, അത് തേക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിറയിൽ ആദ്യം തേക്കരുത്. പിടിച്ച് കിട്ടുന്ന വേണ്ടി മുടിയിലും തലോടിൻ്റെ സൈഡിലൊക്കെ തേക്കാവും. തേച്ചിട്ട് വേണം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കുറേശ്ശെയായിട്ട് അളവ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. അപ്പം ബീറ്റ്റൂട്ട് ചോദിച്ചു 60 വയസ്സ്, ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന എല്ലാ പാക്കും
എല്ലാ ഏജസിനും പറ്റിയതാണ് കേട്ടോ. എല്ലാ പ്രായക്കാർക്കും പറ്റിയതാണ്. ഇന്ന കുട്ടികൾക്ക് ഇന്നതില്ല അങ്ങനെയില്ല കേട്ടോ. കുട്ടികൾക്കും പ്രായമായവർക്കും അല്ലാത്തവർക്കും എല്ലാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ പറഞ്ഞു തരുന്ന എല്ലാ പാക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ മൈലാഞ്ചി, നെല്ലിക്കപ്പൊടിയൊക്കെ എല്ലാവർക്കും തേക്കാം കേട്ടോ. മുടി നരച്ചവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഈ പാക്കും കാര്യങ്ങളൊക്കെ തേക്കാവുന്നതാണ്. മുടിക്ക് അതുപോലെ നരയ്ക്കാത്തവർക്കാണെങ്കിൽ എളുപ്പമൊന്നും മുടി നരയ്ക്കൂല കേട്ടോ. മുടി എപ്പോഴും നല്ല സിൽക്കി ആയിട്ടിരിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും മുടി പിടിക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഏത് പ്രായക്കാർക്കും തേക്കാവുന്നതാണ് കേട്ടോ ഏത് പാക്കും. ബീട്രൂട്ട് പാക്കും വളരെ ഉചിതമാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ചൂട് സമയത്ത് നല്ലോണം തലയ്ക്ക് തണുപ്പ് ഏൽക്കുന്ന എണ്ണകൾ തേക്കാം കേട്ടോ. നീലുപുരങ്ങാതി എണ്ണയൊക്കെ നല്ലതാണ്. അതൊക്കെ നമുക്ക് തേക്കാം തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നല്ല ചൂട് സമയമാണല്ലോ. അപ്പോൾ എണ്ണകളും വേണമെങ്കിൽ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ജെല്ലും മാറി ഉപയോഗിക്കാം. ഈ തലനീരിറക്കം ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം തേക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ ഇന്ന് എന്നോട് ചോദിച്ചു നല്ലോണം മുടി കൊഴിച്ചിലുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉലുവ വെള്ളം നിങ്ങൾക്ക് തേക്കാം കേട്ടോ. ആഴ്ചയിൽ 3-4 ദിവസം അടുപ്പിച്ച് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് തേച്ചോളൂ കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാകും. മുടി കൊഴിച്ചിലൊക്കെ മാറും. വൈകുന്നേരങ്ങളിൽ മുടി വിടുത്തിയിട്ട് വേണം പിന്നിയിട്ട് കിടക്കണം. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഊരിപ്പോക്കൊക്കെ എണ്ണം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ ഊരി നോക്കിക്കോളൂ. മുടി അഴിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ അത്രയും പോയിട്ടുണ്ടാവില്ല കേട്ടോ. മുടി കൊഴിച്ചിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മുട്ടയുടെ പാക്കും നല്ലതാണ്. അത് ഒരു കുട്ടിയെ ഉപയോഗിച്ചു അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വളരെ സന്തോഷം കേട്ടോ. നിങ്ങളുടെ റിസൾട്ടൊക്കെ കിട്ടിയത് പറയണം കേട്ടോ. പറഞ്ഞു കഴിയുമ്പോൾ വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ കമൻറ്റിലൂടെയും ചിലർ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് പരിചയക്കാർ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. പിന്നെ കടുകെണ്ണ അതൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതെല്ലാം നല്ല റിസൾട്ടാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 100% റിസൾട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്യാവശ്യം വില കൂടിയ മരുന്ന് അതുപോലെ തന്നെ വില കൂടിയ സംഭവങ്ങളൊന്നുമല്ല. നമുക്ക് ചുറ്റും പാടുള്ള ആയുർവേദ ചെടികൾ, നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറേ ചെടികളുണ്ട്. അത് നല്ല ഗുണമുള്ളതാണ് മുടിക്കൊക്കെ. അപ്പോൾ എക്കണോമിക്കലായിട്ട് നമുക്ക് മുടി സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ എല്ലാം കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്തോളൂ. നല്ല റിസൾട്ട് ഉണ്ടാവും. 100% റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.